റസൂലുള്ളാഹി അലൈഹി വസല്ലം അജ്മഈൻ അമ്മബാദ്. ഒരു വളരെ മനോഹരമായൊരു സായാഹ്നത്തിനാണ് ഈ നാട്ടിലെ സുഹൃത്തുക്കളെല്ലാവരും സാക്ഷിയാവുന്നത്. ഇവിടെ ഇതിൻ്റെ താക്കോൽദാനം ഇത് ആരാണോ ഇതിൽ താമസിക്കുന്നത് അവർക്കല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവരെ അല്ല നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധി അവർക്ക് കൊടുത്തൊരു വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണം അവരുടെ മാത്രം പരീക്ഷണമല്ല, നമ്മുടെ കൂടി പരീക്ഷണമാണ്. നമ്മുടെ പരിസരത്തൊരു രോഗിയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷണമാണ്. അവർക്ക് മാത്രമല്ല, അവരുടെ ചുറ്റും ജീവിക്കുന്നവർക്കും പരീക്ഷണമാണ്. അങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെങ്ങനെ എടുക്കുന്നു, അതിനെങ്ങനെ സമീപിക്കുന്നു എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ പടച്ചോൻ നോക്കുക. അതുകൊണ്ടാണല്ലോ എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല, ഹദീസിലുള്ളതാണ്. പടച്ചോനെ, ഞാൻ നിനക്കെങ്ങനെ ഭക്ഷണം തരിക, നീ റബ്ബുൽ ആലമീൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയാണ്, എൻ്റെ ഇന്ന അടിമക്ക് വിശക്കുന്നുണ്ട്, അയാൾ പട്ടിണിയിലാണ് എന്ന് നിനക്കറിയാമായിരുന്നു, എന്നിട്ട് നീ തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് രോഗം വന്നു, നീ എന്നെ ചികിത്സിച്ചില്ല. പടച്ച റബ്ബേ, നിനക്കെങ്ങനെ രോഗം വരിക, നീ റബ്ബുൽ ആലമീൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഇന്ന അടിമക്ക് രോഗമുണ്ടായിരുന്നു, നീ ആ അടിമയെ സന്ദർശിച്ചില്ല, വേണ്ടത് ചെയ്തില്ല എന്നാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ താമസിക്കുന്ന കുടുംബം ആരാണ് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാതെ, ഈ നാട്ടിലെ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അറിയും, വേറുള്ളവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാതെ നമ്മൾ ഈ താക്കോൽദാനം നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പാണ്ടിക്കാട് മണ്ഡലത്തിൻ്റെ സെക്രട്ടറി മുഹമ്മദ് സാഹിബിനാണ് ഞാൻ വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അത് കൈമാറിയത്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ക്യാഷാണ്. ആ ക്യാഷ് എവിടെ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ വേണമെന്നുള്ളതുകൊണ്ടാണ് ഈ വീടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ. ഇനി അത് റീപ്ലേസ് ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴി നമ്മളെടുത്തുണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല. ഇത് ഒരിക്കലും ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഇത് ആരെടുത്തുനിന്നും ഒരു പ്രശംസാവാക്കും കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവരിതിൻ്റെ സ്റ്റാഫല്ല, അവർ 24 hours അവർക്ക് വേറെ ജോലിയുണ്ട്, അവർക്ക് വേറെ സംവിധാനങ്ങളുണ്ട്. അവർ യാത്ര ചെയ്തെത്തുന്ന, അവരിപ്പോൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്ന വണ്ടിയുടെ എക്സ്പെൻസ് അവരുടെ കയ്യിൽ നിന്നാണ് എടുക്കുക. അങ്ങനെ അതും മഹാരു സംഭവമൊന്നുമല്ല. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണിത്. ആ ബാധ്യതാ നിർവഹണമാണ് ചെയ്യുന്നത് നമ്മൾ. ആ ബാധ്യതാ നിർവഹണത്തെ അങ്ങനെയാണ് കാണേണ്ടത്. അൽഹംദുലില്ലാഹ്, നമ്മളെപ്പോഴും പ്രയോഗിക്കുന്നൊരു വാക്കാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. ജീവിതത്തിൽ എത്ര വട്ടം നമ്മൾ അൽഹംദുലില്ലാഹ് പറയുന്നുണ്ടാകും, പക്ഷേ ശരിക്കും അർത്ഥമറിഞ്ഞ് നമ്മൾ അൽഹംദുലില്ലാഹ് പറയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയല്ല, അതിൻ്റെ തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച ജുമാ ഖുത്ബയിൽ അന്ന് ലോക മാനസികാരോഗ്യ ദിനമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്കൂളിലിരിക്കുമ്പം ഒരു ആക്ടിവിറ്റി വേണമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോഴാണ് എനിക്ക് ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണല്ലോ എന്ന് സത്യത്തിൽ എൻ്റെ തലയിൽ വരുന്നത്. അപ്പോൾ ഞാനൊരു ഖുത്ബ പറഞ്ഞു, യൂട്യൂബിൽ ആ ഖുത്ബ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഖുത്ബയ്ക്ക് ശേഷം എൻ്റെ അടുത്ത് വന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ ഈ വിഷയം പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വരുന്നത്. നമുക്ക് പല സംവിധാനങ്ങളിലേക്ക് അവരെ തിരിച്ചുവിടാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയണത്, നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ആർമാദിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു മനുഷ്യൻ, അയാൾ പറഞ്ഞെന്താ അറിയോ, അയാൾക്ക് കണ്ണട വെക്കണമെങ്കിൽ 1 മണിക്കൂർ വേണം. അയാളിങ്ങനെ, നമ്മൾ സാധാരണ നിസ്കരിക്കുമ്പോൾ ആളുകളിങ്ങനെ ഉസല്ലി 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 എന്ന് കാണിക്കണം, കണ്ടിട്ടില്ലേ? ഈ ഒരു വസ്വാസ രോഗം പിടിച്ചിട്ട് അയാൾക്ക് കണ്ണട വെക്കാൻ കഴിയൂല, അയാൾക്ക് ഡ്രസ്സ് ഇടാൻ കഴിയൂല. കാണുമ്പോൾ ഒരു പ്രശ്നം ഒരു മനുഷ്യനില്ല, കാണുമ്പോൾ ഭയങ്കര ഓക്കെയാണ്. പക്ഷേ അയാളുടെ ഉള്ളിൽ അയാൾ അനുഭവിക്കുന്നത് അത്രയും തീവ്രമായ സംഘർഷങ്ങളാണ്. വളരെ സമ്പന്നനായൊരു മനുഷ്യൻ എന്നെ വിളിച്ചു. അത് എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ചികിത്സിക്കാൻ ഞാൻ കാണാത്ത ഒരു സ്ഥലമല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ പ്രശ്നം, അവർ കട്ടിൽ പോയി ഇങ്ങനെ കിടക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നും ഡോർ അടച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഡോറിൻ്റെ അടുത്ത് പോകും, അടച്ചു എന്ന് ഉറപ്പ് വരുത്തും, വീണ്ടും വരും. അപ്പോൾ അവർക്ക് തോന്നും അടുക്കള വാതിൽ അടച്ചിട്ടില്ല. പിന്നെ അവിടെ വന്ന് കിടക്കും. അപ്പോൾ തോന്നും മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. കല്യാണം കഴിച്ച് ഭാര്യൻ്റെ കൂടെ ഉറങ്ങണ മകൻ അവൻ്റെ വാതിൽ തട്ടി വിളിക്കും, അവനെന്തെങ്കിലും പറ്റിയോ എന്നാണ്. ഇങ്ങനെ രാത്രി മുഴുവൻ, അദ്ദേഹം പറയാം, ദീർഘമായ വർഷങ്ങളായി അവളിങ്ങനെ നടക്കലാണ് രാത്രി മുഴുവൻ. പകൽ മുഴുവൻ ഉറങ്ങും. പിന്നെ എപ്പോഴെങ്കിലും ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചുണ്ടാകുമ്പോഴൊക്കെ അവൾ കരയും. ഒരു വലിയ മനുഷ്യൻ, അയാൾ വളരെ വേദനയോട് കൂടെ നമ്മളെ മുന്നിൽ സങ്കടപ്പെട്ട് പറഞ്ഞ കാര്യമാണിത്. ഞാൻ പറഞ്ഞത്, നമുക്കൊക്കെ ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് ഭയങ്കര അള്ളാഹനെ മറന്ന് വേറെ പല ഏർപ്പാടും പരിപാടിയാണ് നമുക്കൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്,
ഞാൻ അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തിൻ്റെ വോയിസ് വാട്സാപ്പിൽ വോയിസ് കേൾക്കുന്നത് അസർ ജമാഅത്ത് കഴിഞ്ഞിങ്ങനെ ഓറമ്പുറത്ത് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ്. അസർ ജമാഅത്ത് കഴിഞ്ഞാൽ ശരിക്കും 2 റകഅത്ത് പിന്നെ ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഇല്ലല്ലോ, പിന്നെ മഗ്രിബിൻ്റെ നേരത്തുള്ളൂ. പക്ഷേ അവിടെ ഒരു സബബിൻ്റെ നിസ്കാരം എന്ന് വിചാരിച്ച് 2 റകഅത്ത് നിസ്കരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, പഠിച്ചോനെ ഇയാൾ എൻ്റെ അടുത്തു നിന്നൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഇത് അയച്ചത്. ഞാൻ അയാൾക്കുള്ള മറുപടിയുടെ വോയിസ് ടാപ്പ് ചെയ്യുമ്പോൾ അയാളോട് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കപ്പോൾ തോന്നി എന്താ വെച്ചാൽ, ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഈ ആയത്തുൽ കുർസി ഓതി ഉറങ്ങണ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹാഫിളിനെ നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ്, ഒരു സംരക്ഷകനെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വൈഫിനോട് പറയണം, നല്ലോണം ആയത്തുൽ കുർസിയൊക്കെ ഓതി വാതിലൊക്കെ കുറ്റിയിട്ട് ശരിക്ക് പ്രാർത്ഥിച്ച് കയ്യിലൊക്കെ ഊതി തടവാളതൊക്കെ തടവി നല്ലോണം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറയും. പിന്നെയും സംശയം തോന്നുമ്പോഴൊക്കെ നിങ്ങൾ ഓർമ്മയാക്കണം, നീ ആയത്തുൽ കുർസി ഓതിയിട്ടില്ലെന്ന് ഓർമ്മയാക്കണം. അപ്പോൾ അതൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നെ വിളിച്ചു, അവരത് എന്നെ വിളിച്ചു. ജീവിതത്തിൽ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായിട്ട് ഞാൻ ശരിക്കൊന്ന് മനസ്സ് തുറന്നുറങ്ങിയ രാത്രികളാണ് ഈ രാത്രികൾ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് മഹാരോഗങ്ങളും കിഡ്നി പോകലും ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളൊക്കെ നമ്മൾ കാണലുണ്ട്. എത്രയോ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അപാരമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യൻ്റെ ബെഡ്റൂമിൽ ചെന്നിട്ട് ആ ഭാര്യയെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ മെഡിസിൻ ഇല്ലാതെ കഴിയാത്ത എത്ര മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ലിംഗാഗ്രത്തിൽ ക്യാൻസർ വന്ന് സർജറി കഴിഞ്ഞ് ഒരു എന്താ പറയുക ശാരീരിക ബന്ധങ്ങളൊന്നും കഴിയാത്ത ഒരു ഭാര്യയും ഭർത്താവും എന്നെ പേഴ്സണലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു 3 ആഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൂടി എല്ലാവരോടും പറയണത്, നമ്മൾ വലിയ ജീവിത പരീക്ഷണങ്ങൾ അനുഭവിച്ച ഒരു കുടുംബത്തിന് വേണ്ടി ഒരു വലിയ ദൗത്യം നിർവഹിച്ച് ആ ദൗത്യം പടച്ചോൻ സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ മുറ്റത്ത് നിൽക്കുന്ന നേരത്തെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ എല്ലാവരും ആത്മപരിശോധന നടത്തണം. നമ്മളെക്കുറിച്ച്, ഞാൻ ആരാണ്, ഞാൻ എത്രത്തോളം ഓക്കെയാണ്, ഞാൻ എത്രത്തോളം ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യണത് എത്രത്തോളം ആത്മാർത്ഥമാണ്, ഞാൻ എത്രത്തോളം ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു ക്യാമറ പോസിങ്ങിന് വേണ്ടി ചെയ്യണത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിക്കണം, ശരിക്കും ആലോചിക്കണം. പ്രത്യേകിച്ച് ഇവിടെ സോഷ്യൽ വെൽഫെയർ രംഗത്ത് ഇടപെടുന്ന കുറേ ആളുകളുണ്ട്. ആമക്കാട് എനിക്ക് അറിയാം, കഴിഞ്ഞ 2016 മുതൽക്ക് എനിക്കറിയുന്ന ഒരു പ്രദേശമാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഒരുപാട് കുട്ടികളുള്ളവരുടെ രക്ഷിതാക്കളുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ഷെൽട്ടർ ഒരു പ്രൊജക്റ്റ് പറഞ്ഞപ്പോൾ അതിലേക്ക് വലിയൊരു എമൗണ്ട് ഇവിടുന്നും ക്രോഡീകരിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഈ പ്രൊജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പരലോകത്ത് കിട്ടണമെങ്കിൽ നമ്മളെ മനസ്സിൽ നിർബന്ധമായിട്ടും ഇതൊരു പുണ്യമായി നമുക്ക് ബാക്കിയാകണമെങ്കിൽ ഉറപ്പായിട്ട് റിയ ഇല്ലാത്തൊരു അവസ്ഥ നമുക്ക് വേണം. കിസ്റയുടെയും കൈസറിൻ്റെയും സിംഹാസനങ്ങൾ അടർന്നു വീഴുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പ്രവാചകൻ അങ്ങ് മരുഭൂമി എന്ന് പറയുന്നുണ്ട്. തന്നെ കൊല്ലാൻ വരുന്ന സുറാഖയോടാണ് പറയണത്. കൊല്ലാൻ വരുന്ന സുറാഖ അയാളുടെ കാലുകൾ നിലത്താണ്ടുപോയി, ഒട്ടകത്തിൻ്റെ കാലുകൾ നിലത്താണ്ടുപോയി വീണപ്പോൾ പ്രവാചകനെ കൊല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലായേക്ക് അവിടെ വെച്ച് വെളിച്ചം കിട്ടിയ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇനി കിസ്റയുടെ കിരീടം താഴെ വീഴും, അന്ന് നിൻ്റെ തലയിൽ അത് അണിയിക്കുന്നു. ആ കിസ്റയുടെ കിരീടം കിട്ടിയ സ്വഹാബി ആരെയും കാണാതെ ഒരു പുതപ്പിൽ ഒളിപ്പിച്ചത് പോവുക ചെയ്ത്. എല്ലാ ടെൻറ്റുകളിലെയും വെളിച്ചണഞ്ഞപ്പോൾ യുദ്ധമൊക്കെ അവസാനിച്ച് സൈനികന്മാർ വിശ്രമിക്കുമ്പോൾ സർവ്വസൈന്യാധിപൻ്റെ ടെൻറ്റിൻ്റെ അരികിലേക്ക് കൊണ്ടുവച്ചിട്ട് അയാൾ ഉറക്കെ പറയുന്നുണ്ട്. എന്താ പറയണത്? അയാൾ ഉറക്കെ പറയണത്, ഞാനതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഞാൻ ആരാണെന്ന് അന്വേഷിക്കരുത്, എനിക്കതിൻ്റെ പേരും പ്രശസ്തിയും വേണ്ട എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിൽ വെക്കണം. ക്യാമറ പോസ്റ്റിങ്ങിൽ നിൽക്കേണ്ടി വരുമ്പോൾ അതൊരു പരീക്ഷണമാണ്, ആ നീയത്ത് നമ്മൾ എടുക്കണം. ഷെൽട്ടർ വളരെ വലിയ ദൗത്യങ്ങളായിട്ട് പോവുകയാണ്. ഒരു ചങ്കം ചെറുപ്പക്കാർ എന്താ പറയുക, അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട ലഹരി, ഇപ്പോൾ നമ്മളൊക്കെ നാടുകളൊക്കെ എടുത്താൽ കാണുന്ന ആ ടൈപ്പ് കുറച്ച് ചെറുപ്പക്കാർ, അവർ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ മൂവ്മെൻറ്റ് ലോകാടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കപ്പെടുന്നു, വലിയ ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. നമ്മളൊക്കെ വളരെ ധൈര്യമായിട്ട് പറയും, എത്തിയും കുട്ടികളുണ്ടോ നിങ്ങൾ പറഞ്ഞോളി, അർഹമാണോ കൊടുക്കും, പട്ടിണി എടുക്കലുണ്ടോ അവർ പറഞ്ഞോളി. അതൊരു കോൺഫിഡൻസും എന്ന് പറയുന്നതാണ്. അത് കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, ജനങ്ങളോട് പറയും, ജനങ്ങളോട് കറക്റ്റ് പറയും. പട്ടിണി കിടക്കുന്ന ഒരാൾ ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. പട്ടിണി കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസം പൂർണ്ണമല്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ച ഇസ്ലാം. അതിൽ ജാതി ഭേദമന്യേ എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഡയൽ ചെയ്യാം. അങ്ങനെ പട്ടിണി എടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ കാര്യത്തിൽ നമുക്ക് ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും. അത് അക്കൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന സാമ്പത്തികത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയണമല്ല, മറിച്ച് നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ ഇപ്പോൾ ഈ ഒരു മേഖലയിലുള്ള നമ്മുടെ സംവിധാനങ്ങളൊക്കെ മനുഷ്യരെ മുന്നിൽ ഈ കാര്യം പറയും, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള. അവിടെ ഞാൻ ദീർഘമായി സംസാരിക്കണില്ല. ഈ വീട്ടിൽ പുതിയൊരു ജീവിതം തുടങ്ങിയ ആളുകൾക്ക്, എൻ്റെ കുട്ടിയാണ് അവൻ, അത് പിന്നെ ഇവിടെ വരുമ്പോഴാണ് മാഷാ അല്ലാഹ് കണ്ടത്. അതിൻ്റെ ഒരു സന്തോഷം ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം പറയണം. എനിക്കറിയാം, ഇവിടെ നിങ്ങൾ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഈ കുടുംബത്തെ പേഴ്സണലി എനിക്ക് അറിയാം.
ആ നിലക്ക് ഞാൻ ഹൃദയം കൊണ്ട് പറയുന്നു, അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇതിന് സ്ഥലം കൊടുത്ത ആളുകൾ, അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ ഇത് മതി. പരലോകത്തല്ല, ഇതിൽ നമ്മളെപ്പോഴും കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മളൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങണ നേരത്ത് പടച്ചോനോട് അത് വെച്ച് പറയാം. അതാണ് എൻ്റെ ഒരു സംഭവം, മനസ്സിലായില്ലേ? നമുക്കൊരു ലാബ് റിപ്പോർട്ട് അഗനിസ്റ്റായി വന്നു വിചാരിക്കുക, വയറ്റിൽ എന്തോന്നുണ്ടെന്ന് ഒരു റിപ്പോർട്ട് വന്നെന്ന് വിചാരിക്കുക. നേരെ പടച്ചോനോട് പടച്ചോനെ, ഞാനൊരു അനാഥനായ കുട്ടിക്ക്, ഒരു വിധവക്ക്, ഒരു വയോധികക്ക് താമസിക്കാൻ വീട് കൊടുത്ത ആളാണ്. എനിക്ക് എൻ്റെ പ്രശ്നം പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞാലേ, ഗുഹാമുഖത്തെ കല്ല് നീങ്ങിപ്പോയൊരു സംഭവം നമ്മുടെ മുന്നിലുണ്ട്. കല്ല് എന്ന് പറയുന്നത് കല്ല് മാത്രമൊന്നുമല്ല, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയുടെയും പ്രതീകമാണത്. അതിനുള്ള വകുപ്പ് ഇത് ചെയ്ത ആൾ, അങ്ങനെ സ്ഥലം കൊടുത്തവർക്കുണ്ട്, ഓരോ നാണയത്തിട്ടവർക്കുണ്ട്. ഇത് നടപ്പിലാക്കാൻ ഇവിടെ ഇടപെട്ട, ഇത് ഒരു ജോലിയായിട്ട് ഏറ്റെടുത്ത ആളുകൾ മുതൽക്ക് ഇതൊരു സേവനമായിട്ട് ഏറ്റെടുത്ത ആളുകൾ വരെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, ഇങ്ങനത്തെ ദൗത്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റണം. ഞങ്ങളുടെ തന്നെ നല്ലൊരു സംരംഭമാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത്. പീസ് റേഡിയോ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജസ് സമൂഹത്തിന് കൊടുക്കുന്ന സംവിധാനമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ അത് കിട്ടും. കുടുംബരംഗത്ത് നമ്മളിന്ന് അനുഭവിക്കുന്ന സംഘർഷങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ കുട്ടികളെ നമുക്ക് പിടുത്തത്തിൽ കിട്ടണില്ല, നമ്മുടെ കുടുംബങ്ങളെ കിട്ടണില്ല, ഡിവോഴ്സുകൾ വർദ്ധിക്കുന്നു, ഒരുപാട് ഇഷ്യൂസിലൂടെ നമ്മൾ പോണത്. അതിനൊക്കെയുള്ള സൊല്യൂഷൻ അൽഹംദുലില്ലാ ഓൺലൈനിലൂടെ കൊടുക്കുന്ന നമ്മുടെ സംരംഭമാണ് പീസ് റേഡിയോ. ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ കൂടിയവർക്ക് നൽകാൻ വിചാരിക്കുന്ന ഒരു ഗിഫ്റ്റ് പീസ് റേഡിയോ ആണ്. നിങ്ങൾക്കൊക്കെ അത് ഡൗൺലോഡ് ചെയ്യാം. ദീർഘമായി സംസാരിക്കണില്ല, ഇനി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് പറയാനുണ്ടാകും. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെടുത്തുനിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ, നമ്മളെല്ലാം അവൻ്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല സന്തോഷമുള്ള ആശ്വാസമുള്ള ഒരു ജീവിതം അവർക്കൂടെ പ്രദാനം ചെയ്യട്ടെ. ഇതിലേറെ മനോഹരമായ സമ്പന്നമായ വീട് അവർക്കും നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിലിടപെട്ട എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അവരെല്ലാ വിഷമങ്ങൾക്കും അല്ലാഹു പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇനിയും ഇതുപോലത്തെ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ഷെൽട്ടറിനും ഇവിടുത്തെ പ്രാദേശിക കൂട്ടായ്മകൾക്കൊക്കെ കഴിയട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.